ഭർത്താവല്ലാതെ വേറെ ഒരു പുരുഷനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ഭാര്യയെങ്കിൽ മഅദല്ലാഹ് നിന്റെ വീട്ടിലെ ഐശ്വര്യം കെടുത്തിക്കളയുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നെടുമങ്ങാടുള്ള തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടുള്ള 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് ഒരു സങ്കടപ്പെട്ടൊരു കഥ പറയും. ഉസ്താദേ, എനിക്ക് 24 വയസ്സുള്ളൂ ഉസ്താദേ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ ഉസ്താദ്. എന്താ പറയണേ? 24 വയസ്സേ ഉള്ളൂ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ ഉസ്താദെ. എനിക്കൊരു ചങ്ക് ബോയ് ഉണ്ട് ഉസ്താദെ, എനിക്കൊരു കൂട്ടുകാരനുണ്ട് ഉസ്താദെ, ഇവൻ എപ്പോഴും എന്റെ വീട്ടിൽ വരും ഉസ്താദെ. അവസാനം ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് സലാം പറഞ്ഞിട്ട് ഞാൻ എന്റെ കടയിലേക്ക് പോവുക. എനിക്ക് സ്വന്തമായിട്ടൊരു കടയാണ് ഉസ്താദെ, കച്ചവടമാ. കടയിലേക്ക് പോകുന്ന വഴി ഞാൻ എന്റെ ഷൂ എന്തോ റെഡിയാക്കാൻ വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു വന്ന് എന്റെ വീടിന്റെ ജനൽ ഞാൻ തുറന്നു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും എന്റെ ഭാര്യയും കൂടി തുണിയില്ലാതെ കിടക്കണ രംഗമാണ് ഉസ്താദെ ഞാൻ കണ്ടതെന്ന് നെടുമങ്ങാടുള്ള 24 വയസ്സുള്ള ഒരു ഭർത്താവ് പറഞ്ഞു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഭർത്താവല്ലാതെ വേറെ ഏതെങ്കിലും ഒരാളെ നിന്റെ ഭാര്യ ആഗ്രഹിച്ചാൽ നിന്റെ വീട്ടിലെ ഐശ്വര്യം കെടുത്തുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.